ഫലമ്മാ ഹല്ല റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ കടന്നു വന്നപ്പോൾ അദാഅത്തിൽ അർളു വസ്സമാ, ആകാശവും ഭൂമിയും പ്രകാശപൂരിതമായി. വഅശ്റഖത്തിൽ ബൈതു വസ്സഫാ, അതുപോലെ സഫാ താഴ്വരയും കഅബാലയവും തിളങ്ങി നിൽക്കുകയാണ്. സുമ്മ ലമ്മാ ജാഅ വഖ്തുൽ വിലാദ, അങ്ങനെ പ്രസവ സമയമായപ്പോൾ വഖറജ മൻശൂറുസ് സഅദ, ആ സന്തോഷത്തിൻ്റെ ആ ഒരു ആനന്ദം അത് പുറത്തേക്ക് വന്നപ്പോൾ വജദ്ദ ബി ആമിനത അംറുൽ വിലാദ, മഹദിയായ ആമിന റളിയല്ലാഹു അൻഹക്ക് പ്രസവിക്കാനുള്ള കൽപ്പന വന്നപ്പോൾ വഹാന ബുറൂസു ശംസിസ് സആദ, വിജയത്തിൻ്റെ സൂര്യൻ, വിജയസൂര്യൻ ശംസുസ് സആദ, വിജയത്തിൻ്റെ സൂര്യൻ പുറത്തു വരാനുള്ള സമയമായപ്പോൾ തലഅല അൽ ഹഖ്ഖു നൂറൻ അദാ, അങ്ങനെ ആ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ ഒരു പ്രകാശം അത് തിളങ്ങി നിന്നുകൊണ്ട് വളരെ സുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. വനുശിറത് ലഹു ഫിൽ കൗനി അഅലാമുർ റിളാ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് പ്രപഞ്ചത്തിൽ ഒരുപാട് അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സംവിധാനിക്കുകയാണ്. വഇദാ ബിത്വാഇരിൻ അബിയള ഖസ്സഖത മിനൽ ഹവാ, ആ സമയത്താണ് ഒരു വെളുത്ത ഒരു പക്ഷി ആകാശത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. ഫമറ ബിജനാഹൈഹി അലാ ബത്നി ആമിനത മുസ്രിഅ, മഹദിയുടെ വയറിനടുത്തുകൂടെ തൻ്റെ ചിറകുകൾ വിരിച്ചുകൊണ്ട് ആ പക്ഷി കടന്നു പോകുന്നു. ഫളറബഹൽ മഖാൽ, അങ്ങനെ മഹദിക്ക് പ്രസവ വേദന, മഖാൽ എന്ന് പറഞ്ഞാൽ പ്രസവ വേദന മഹദിക്ക് വരികയാണ്. ലൈലത്തുൽ ഇസ്നൈനി സാനി അശറ മിൻ ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 12 ആ രാത്രിയിൽ. വവലദത് സബീഹതഹൻ നബിയ്യത്ത് തഖലൈൻ, ആ പ്രഭാതത്തിൽ സഖലൈനി എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം ജിന്നവർഗം, ഈ 2 വിഭാഗത്തിൻ്റെയും പ്രവാചകനെ മഹദി പ്രസവിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖാലായിഖി മിൻ ജഹന്നമ ഫീ ഗദി വുലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു.